പ്രാരംഭ പ്രാർത്ഥനയ്ക്കായി നമുക്ക് ഇരിക്കുമ്പോൾ തന്നെ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. അല്പസമയം നമ്മെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുവാനും പ്രത്യേക ഇന്നത്തെ ആരാധനയിൽ ദൈവത്തിൻ്റെ കൃപ നമുക്ക് ലഭിപ്പാൻ, ദൈവത്തിൻ്റെ ആലോചന ഞങ്ങൾ കേൾക്കുവാൻ, കർത്താവിനോട് ചേർന്ന് ജീവിക്കുവാനുള്ള ഊർജം ഇന്ന് ഞങ്ങൾ ആരാധനയോടെ സ്വീകരിപ്പാൻ, ഒന്നുകൂടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിച്ച് ഞങ്ങളുടെ ജീവിതം പുതുക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ ക്രിയ ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ തന്നെ കർത്താവിൻ്റെ പാദപീഠത്തിലിരുന്ന് സമർപ്പിച്ച് യേശുവിൻ്റെ ക്രൂശിൻ്റെ സാക്ഷികളായി ജീവിപ്പാൻ ദൈവമേ അങ്ങ് സഹായിക്കണമേ. ഇന്ന് ഞങ്ങൾ ആരാധിക്കുമ്പോൾ അങ്ങയുടെ നാമം മഹത്വപ്പെടുവാനും ഞങ്ങൾക്കത് നന്മയായി ഭവിപ്പാനും ദൈവം സഹായിക്കണമേ. ആരാധനയുടെ ആദ്യം മുതൽ അവസാനം വരെയും ദൈവത്തിൻ്റെ സാന്നിധ്യവും കൃപയും കൊണ്ട് നിറയ്ക്കണമേ. ഞങ്ങൾ ഈ ആലയത്തിൽ നിന്ന് ആർജിക്കുന്ന ഊർജം ഞങ്ങളുടെ ജീവിതത്തിലൂടെ പ്രതിഫലിപ്പാൻ ദൈവം സഹായിക്കും. മഹത്വം അങ്ങ് സ്വീകരിക്കണമേ. ക്രിസ്തു മുഖാന്തരം പ്രാർത്ഥന കേട്ട് അനുഗ്രഹിക്കണം സ്വർഗീയ പിതാവേ. ആമീൻ ആമീൻ. ദൈവനാമ സ്തുതിക്ക് മഹത്വമായി ക്രിസ്തീയ ആരാധനയ്ക്കുള്ള പാഠപുസ്തകത്തിൽ 33-ാമത്തെ ഗീതം, സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ എന്ന് ആരംഭിക്കുന്ന 33-ാമത്തെ ഗീതം നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഒരുമിച്ച് പാടാം. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ, ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ. സ്തുതിപ്പിൻ ലോകത്തിൻ പാപത്തെ നീക്കുവാൻ ആദിപനായി വന്ന ദൈവ കുഞ്ഞാടിനെ. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ. കരുണ നിറഞ്ഞ കണ്ണുള്ളോനവൻ, തൻ ജനത്തിൻ കരച്ചിൽ കരളലിഞ്ഞു കേൾക്കും കാതുള്ളോ. ലോക പാപച്ചുമടിനെ ശിരസ്സുകൊണ്ടു ചുമന്നൊഴിപ്പതിനു കുരിശെടുത്തു ഗോൽഗോഥാവിൽ പോയോനെ. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ. വഴിയും സത്യവും ജീവനുമിവനെ. അവനരികിൽ വരുവിൻ വഴിയും ആശ്വാസമേകുമേ അവൻ. പാപച്ചുമടൊഴിച്ചവൻ, മഴയും മഞ്ഞും പെയ്യുമ്പോഴുള്ളിൽ കൃപ ഒഴിയുമേ. മേഘത്തൂണിൽ നിന്നു പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ. മരിച്ചവരിൽ നിന്നാദ്യം ജനിച്ചവൻ, ഭൂമി രാജാക്കന്മാരെ ഭരിച്ചു വാഴും ഏകനായകൻ. നമ്മെ സ്നേഹിച്ചവൻ തിരുച്ചോരയിൽ കഴുകി നമ്മെയെല്ലാം ശുദ്ധീകരിച്ച വിശ്വസ്ത സാക്ഷിയെ നിനച്ചു. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ. മന്നവ മന്നനാകുന്ന മശിഹായേ, മഹാസേ
കർത്തനെ മണ്ണും വിണ്ണും പടച്ചവനെ മനുവേലേ മനോനന്ദനനെ പരനന്ദനനെ ഹരിനന്ദനനെ രാജ നന്ദനനെ നിങ്ങൾ നന്ദിയോടു പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനേ. ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ യേശുവേ. യേശു നാമത്തിനു ജയം അല്ലലെല്ലാമവനകലെ കളയുമേ. യേശു രാജാവിനോശന്ന നല്ലവനാം യേശുനാഥൻ വരും സർവ വല്ലഭ യേശുവേ വേഗം വരേണമേ. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനേ. ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനേ. സങ്കീർത്തനങ്ങൾ 115 9 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വാക്യപ്രതിവാക്യമായി വായിക്കാം. സങ്കീർത്തനങ്ങൾ 115 9 മുതൽ 16 വരെ. ഇസ്രായേലെ യഹോവയിൽ ആശ്രയിക്കുക, അവൻ അവരുടെ സഹായവും പരിചയവും ആകുന്നു. അഹരോൻ ഗൃഹമേ യഹോവയിൽ ആശ്രയിക്കുക, അങ്ങ് അവരുടെ സഹായവും പരിചയമാകുന്നു. യഹോവ ഭക്തന്മാരെ യഹോവയിൽ ആശ്രയിപ്പിൻ, അവൻ അവരുടെ സഹായവും പരിചയം ആകുന്നു. യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു, അങ്ങ് അനുഗ്രഹിക്കും. അങ്ങ് ഇസ്രായേൽ ഗൃഹത്തെ അനുഗ്രഹിക്കും, അങ്ങ് അഹരോൻ ഗൃഹത്തെ അനുഗ്രഹിക്കും. അവൻ യഹോവ ഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കും. യഹോവ നിങ്ങളെ മേൽക്കുമേൽ വർദ്ധിപ്പിക്കട്ടെ, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും തന്നെ. ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവർ ആകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. ഇരിക്കാം. ഇന്നത്തേക്കുള്ള വേദഭാഗം അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 10 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. 1 കൊരിന്ത്യർ 3-ാം അധ്യായം 10 മുതൽ 15 വരെ. എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്ക് ഒത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ളൊരു പ്രധാന ശില്പിയായി അടിസ്ഥാനം ഇട്ടിരിക്കുന്നു. മറ്റൊരുത്തൻ മീതെ പണിയുന്നു, താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തനും നോക്കിക്കൊള്ളട്ടെ. യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നു എങ്കിൽ അവനവൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരും. ആ ദിവസം അതിനെ വെളിവാക്കും. അത് തീയോടെ വെളിപ്പെട്ട് വരും. ഓരോരുത്തൻ്റെ പ്രവൃത്തി ഇന്ന വിധമെന്ന് തീ തന്നെ ശോധന ചെയ്യും. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഒരുത്തൻ്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും. താനോ രക്ഷിക്കപ്പെടും, എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്രേ. യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. വായിച്ചു കേട്ട വേദഭാഗങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥനയ്ക്കായി കണ്ണുകളെ അടയ്ക്കാം, നമ്മുടെ ഉൾക്കണ്ണുകളെ തുറക്കാം. ഈ ലോകത്തിലെ സകല ചിന്തകളും മാറ്റിവെച്ചുകൊണ്ട് യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനം നമ്മിൽ അത് ഉറപ്പിക്കപ്പെട്ടിട്ടുണ്ടോ, ആ അടിസ്ഥാനം ഉറപ്പുള്ളതാണോ എന്ന് പരിശോധിക്കുന്ന ഒരു ദിവസമാക്കി നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. യേശു എന്നടിസ്ഥാനം ആശയവനില
ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേൻ ഞാനും. ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേൻ ഞാനും. ലോകമെനിക്കു വൈരി, ലോകമെന്നെ ത്യജിച്ചാൽ ശോകമെന്ത് നിക്കതിൽ ഏതും ഭയപ്പെടാ ഞാൻ. ശോകമെന്ത് നിക്കതിൽ ഏതും ഭയപ്പെടാ ഞാൻ. യേശു എന്നാടി സ്ഥാനം ആശയവനിൽ അത്രേ. ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേൻ ഞാനും. ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേൻ ഞാനും. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, യേശു ക്രിസ്തു ഞങ്ങളുടെ അടിസ്ഥാനമായുള്ളപ്പോൾ ലോകത്തിലെ യാതൊന്നിനെയും ഞങ്ങൾ പേടിക്കേണ്ട, ഭയപ്പെടേണ്ട കാര്യമില്ല എന്ന് ദൈവവചനത്തിലൂടെ ഞങ്ങൾക്ക് കേൾക്കുവാൻ ദൈവമേ അങ്ങ് സഹായിച്ച കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവം ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിന്മേൽ അതിൻ്റെ മീതെ മറ്റൊരടിസ്ഥാനം ഇടുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് വചനത്തിലൂടെ ഞങ്ങൾ കേട്ടപ്പോൾ, കർത്താവായ ദൈവമേ, ഞങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങൾ വസിക്കുന്നുവെന്നും ഞങ്ങൾക്കറിയുവാൻ ദൈവമേ അങ്ങ് സഹായിക്കണമേ. അങ്ങനെ ഞങ്ങളുടെ ശരീരങ്ങൾ അങ്ങയുടെ വാസത്തിന് അനുയോജ്യമാം വിധം കളങ്കം വരുത്താതെ വിശുദ്ധിയുള്ളവരായി ജീവിപ്പാൻ കർത്താവായ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് അതിന് കഴിയുകയില്ലല്ലോ കർത്താവേ. യേശുക്രിസ്തുവിൻ്റെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് വിശുദ്ധിയോടും വേർപാടോടും അങ്ങയോട് ചേർന്ന് ജീവിക്കുവാൻ ദൈവമേ കഴിയുകയുള്ളൂവല്ലോ. കർത്താവായ ദൈവമേ, അങ്ങയുടെ കൃപയുടെ കരങ്ങൾ ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. കർത്താവ് ഞങ്ങളെ പണിയുന്ന കൃപകൾക്കായി സ്തോത്രം. ഞങ്ങളിലങ്ങ് വസിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. ഇന്നത്തെ ആരാധനയിൽ കടന്നു വന്നിരിക്കുന്ന കുഞ്ഞ് പൈതങ്ങൾ മുതൽ മുതിർന്നവർ വരെയുള്ള എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. പ്രത്യേകാൽ വാർദ്ധക്യ മാതാപിതാക്കളെ ദൈവം അനുഗ്രഹിക്കണമേ. ശാരീരികമായിട്ടുള്ള ക്ഷീണാവസ്ഥകളുണ്ട് എങ്കിലും നോമ്പിൻ്റെ ആത്മാർത്ഥമായ അനുഗ്രഹം ലഭിക്കാനായി, യേശുവിനോട് അടുത്തിരിക്കുവാനായി ദൈവമേ, ക്രൂശിൻ്റെ അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ കൂടുതൽ യേശുവിനോട് അടുക്കുവാൻ കർത്താവ് പ്രിയപ്പെട്ടവരെ സഹായിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കുമെന്ന ദൈവത്തിൻ്റെ വാഗ്ദത്തം പ്രിയമക്കളുടെ ചെവികളിൽ മുഴങ്ങുവാൻ, അത് ഹൃദയത്തിൽ അടിസ്ഥാനമായി തീരുവാൻ ദൈവമേ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഞാൻ നിൻ്റെ സഹായകനാകുന്നു, ഞാൻ നിൻ്റെ ദൈവമാകുന്നു എന്ന ഉറപ്പോടെ പ്രത്യാശയോടെ ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് നയിപ്പാൻ ദൈവമേ അങ്ങ് സഹായിക്കണമേ. ശരീരം ബലഹീനമാകുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി അനുഭവിപ്പാൻ, വെളിപ്പെടുവാൻ, ഉണർവ് ലഭിപ്പാൻ ദൈവമേ അങ്ങ് സഹായിക്കണമേ. എല്ലാ കുടുംബങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. കർത്താവ് ആശീർവദിക്കണമേ. കർത്താവേ, ഈ നാളുകളിൽ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. കർത്താവായ ദൈവമേ, ഇന്നത്തെ പരീക്ഷയിൽ ദൈവത്തിൻ്റെ കൃപ പകർന്നതിനായി സ്തോത്രം ചെയ്യുന്നു. തുടർന്നുള്ള ദിവസങ്ങളിലും ഏറ്റവും അനുഗ്രഹത്തോടെ പരീക്ഷ എഴുതുവാൻ ദൈവമേ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുവാൻ തക്കവണ്ണം പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾ ഇന്നും ആലയത്തിലുണ്ടല്ലോ കർത്താവേ. പ്രത്യേകാലം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവവചനത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി
ഈ ദിവസങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കി ഇവിടെ ആയിരിക്കുന്ന കുഞ്ഞുങ്ങളെ അധികമായിട്ട് അനുഗ്രഹിക്കണമേ കർത്താവേ, എൻ്റെ കൃപ കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ, ഒരാഗ്രഹിക്കുന്ന നിലകളിൽ എത്തിച്ചേരുവാൻ തക്കവണ്ണം ദൈവമേ അങ്ങ് സഹായിക്കണമേ. അമർത്തി കുലുക്കി കവിയുന്നത്ര അളവിൽ അനുഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ കൃപയും നന്മയും അനുഗ്രഹവും പരിജ്ഞാനവും പ്രാപിപ്പാൻ കർത്താവേ പ്രിയ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. ക്ഷീണിതരായി രോഗാവസ്ഥയിൽ തന്നെ ആയിരിക്കുന്ന വ്യക്തികൾ ഇവിടെ ഉണ്ട്. ദൈവത്തിൻ്റെ ആശ്വാസം പകരുന്ന കരം ദൈവമേ അവരുടെ ശിരസിന്മേൽ അങ്ങ് തലോടണമെന്ന് പ്രാർത്ഥിക്കുന്നു. കാൽവരി ക്രൂശിലൂടെ ഒഴുകിയ യേശുവിൻ്റെ രക്തം കൊണ്ട് പ്രിയമക്കളെ മുദ്രയിടുകയും അടിപ്പണയാലുള്ള സൗഖ്യം നൽകി ദൈവം ശക്തീകരിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. തളർന്നു പോകാതെ ദൈവകൃപയിൽ നിലനിൽപ്പാൻ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ഉപജീവന മാർഗങ്ങളിൽ ഏർപ്പെട്ട് ഇന്ന് കർത്താവെ ധൃതിയോടുകൂടെ ആയിരുന്ന വ്യക്തികൾ കർത്താവ് ഇന്ന് ഇവിടെ ആയിട്ടുണ്ടല്ലോ. ദൈവമായ കർത്താവിൻ്റെ കൃപ അവരുടെ മേൽ പകരുകയും നാളത്തെ അവരുടെ ശുശ്രൂഷകളിൽ അവരുടെ പ്രവർത്തനങ്ങളിൽ ഒരു കുറവും കൂടാതെ അനുഗ്രഹത്തോടെ അതിൽ പങ്കെടുക്കുവാൻ ദൈവമേ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾ കേൾക്കുവാൻ പോകുന്ന വചനത്തെ കർത്താവിൻ്റെ കരങ്ങളിൽ തരുന്നു. കർത്താവിൻ്റെ ദാസിയെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ വഹിച്ചു കൊള്ളണമേ കർത്താവേ. വചനം കേൾക്കുമ്പോൾ ഞങ്ങൾ പരിശുദ്ധാത്മാവ് നിറയുന്നവരായി തീരുവാൻ, ഞങ്ങൾ ആത്മാവിൽ കർത്താവെ നിറയുന്നവരായി തീരുവാൻ, വചനം ഞങ്ങളുടെ ഉള്ളിൽ ക്രിയ ചെയ്യുവാൻ ദൈവമായ കർത്താവേ അത് ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും ഞങ്ങളെ വിവേചിക്കുന്ന, ഞങ്ങളെ ശോധന ചെയ്യുന്ന, ഞങ്ങളുടെ കർത്താവിങ്കിലേക്ക് അടുപ്പിക്കുന്ന വചനമായി തീരുവാൻ ദൈവമേ അങ്ങ് സഹായിക്കണമേ. ദൈവകൃപയിൽ ഞങ്ങളുടെ മകളെ അങ്ങ് വഹിച്ചോളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളെ ആയതിലേക്ക് ഒരുക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളിൽ വസിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. ഈ ആലയത്തിൽ തലവണക്കിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒന്നുകൂടെ കർത്താവിൻ്റെ കരങ്ങളിൽ തരുന്നു. ദൈവമായ കർത്താവെ, എന്ത് ആഗ്രഹത്തോടും സമർപ്പണത്തോടും പ്രത്യാശയോടും ഇവിടെ കടന്നു വന്നിരിക്കുന്നുവോ അതിൻ്റെ എല്ലാ നന്മകളും അതേ അർത്ഥത്തിൽ അനുഭവിച്ച് ദൈവത്തിൽ നന്മ അനുഗ്രഹവും പ്രാപിപ്പാൻ എല്ലാവരെയും ദൈവം സഹായിക്കണമേ. വിവിധ ആവശ്യങ്ങളുമായി ആലയത്തിൽ വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് അവരുടെ ആഗ്രഹങ്ങളുടെ വഴി തുറന്നു കൊടുക്കുകയും കർത്താവിൻ്റെ കൃപ പകരുകയും ചെയ്യണമേ. കർത്താവ് പറഞ്ഞല്ലോ, എന്നെക്കൊണ്ട് അസാധ്യമായിട്ടൊന്നുമില്ല, സകലത്തെയും സാധ്യമാക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ പ്രിയപ്പെട്ടവരെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ഇന്ന് അങ്ങ് ഞങ്ങളോട് കൂടെ ഉള്ളതിനായി സ്തോത്രം. ദൈവ ആത്മാവിൻ്റെ അഭിഷേകത്താൽ ഞങ്ങളെല്ലാവരെയും നിറയ്ക്കണമേ. മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുയേശു മുഖാന്തരം പ്രാർത്ഥന കേട്ട് അനുഗ്രഹിക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിസ്തരിക്കപ്പെടണമേ, തിരുരാജ്യം വരയണമേ, തിരുയിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരിശീലകർത്ത സകല ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ, ആമേൻ. ഈ സമയത്ത് 440 ഗീതം, കൃപയേറും കർത്താവിലൻ വിശ്വാസം എന്നാരംഭിക്കുന്ന 440 ഗീതം ഇരുന്നു കൊണ്ട് പാടുമ്പോൾ നമുക്ക് സ്തോത്ര കാഴ്ച സ്വീകരിക്കാം. കൃപയേറും കർത്താവിലൻ വിശ്വാസം, അതിനാൽ ഹൃദയന്തു നല്ല ശ്വാസം, ദുരിതങ്ങൾ നിറയുമി ഭൂവാസം, കൃപയാൽ മനോഹരമായി. ദുരിതങ്ങൾ നിറയുമി ഭൂവാസം, കൃപയാൽ മനോഹരമായി. കൃപ കൃപയെന്നാശ്രയമായി, കൃപ കൃപയെന്നാനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും. ബലഹീനതയിൽ നല്ല ബലമേകും,
മരുഭൂമിയിൽ ആനന്ദ തണലാകും ഇരുൾ പാതയിൽ അനുദിന മൊഴി നൽകും കൃപയും ആശ്രയമായി ഇരുൾ പാതയിൽ അനുദിന മൊഴി നൽകും കൃപയും ആശ്രയമായി കൃപ കൃപയൊന്നാശ്രയമായി കൃപ കൃപയൊന്നാനന്ദമായി വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും എന്റെ താഴ്ചയിൽ അവൻ എന്നെ ഓർത്തല്ലോ ഘോരവൈരിൻ ബലം അവൻ തകർത്തല്ലോ തന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ സ്തോത്രഗീതം പാടിടും ഞാൻ തന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ സ്തോത്രഗീതം പാടിടും ഞാൻ കൃപ കൃപയൊന്നാശ്രയമായി കൃപ കൃപയൊന്നാനന്ദമായി വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും പ്രതികൂലങ്ങൾ അനവധി വന്നാലും അനുകൂലമെനിക്കവനെന്നാലും തിരുജീവനെ തന്നവനിനിമേലും കൃപയാൽ നടത്തുമെന്നേ തിരുജീവനെ തന്നവനിനിമേലും കൃപയാൽ നടത്തുമെന്നേ കൃപ കൃപയൊന്നാശ്രയമായി കൃപ കൃപയൊന്നാനന്ദമായി വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഈ അർപ്പിക്കപ്പെട്ടിരുന്ന കാഴ്ച ദൈവം സ്വീകരിക്കണമേ. അർപ്പിച്ചവരെയും അർപ്പിക്കേണ്ടുന്നവരെയും ഒരുപോലെ ദൈവം ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആകാശത്തിലെ കിളിവാൽ തുറന്ന് സമൃദ്ധമായ നന്മ നൽകി ദൈവമേ ആദരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ അർപ്പിച്ച കാഴ്ചയെ അങ്ങ് സ്വീകരിക്കണമേ. ദൈവരാജ്യത്തിൻ്റെ മഹത്വനായിട്ട് ഇത് പ്രയോജനപ്പെടുവാൻ ദൈവം സഹായിക്കും. ഞങ്ങൾ കേൾക്കുന്ന വചനത്തെ കർത്താവിൻ്റെ കരങ്ങൾ തരുന്നു. കർത്താവ് മഹത്വമെടുക്കും. ക്രിസ്തു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം മഹത്വപ്പെടുവാനാകട്ടെ. ഇന്ന് വ്യാഴാഴ്ച നോമ്പിൻ്റെ 14-ാം ദിവസം നമുക്ക് ആലയത്തിൽ ഒരുമിച്ചായിരിക്കുവാൻ, ഇത്രയും പേർക്ക് നമുക്ക് കൂടി വരുവാൻ ദൈവം കൃപ നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഹൃദയങ്ങളിലെ ആഗ്രഹങ്ങളെ ദൈവം മാനിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നാളെയും 7:00 തന്നെ തുടങ്ങും, 8 മണിക്ക് അവസാനിപ്പിക്കും. നാളെ കൊയർ പ്രാക്ടീസ് ഉണ്ട്, അത് പ്രത്യേകം ഓർക്കുക. ഇന്ന് നമ്മോട് വചനം സംസാരിക്കുന്നത് ഈ വർഷത്തെ നമ്മുടെ CAF-ൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന ഡോക്ടർ ടിനി ജി കെയറിനാണ്. വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ പ്രിയ മകളെ വചന സന്ദേശം നൽകുവാനായിട്ട് ക്ഷണിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നേ ദിവസം വചനവുമായി സഭയിൽ നിൽക്കാൻ ദൈവം നൽകിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു.
ഇന്നത്തെ ദിവസത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം ഉറപ്പുള്ള അടിസ്ഥാനം എന്നുള്ളതാണ്. ഉറപ്പുള്ള അടിസ്ഥാനം. അതിന് ആധാരമായി എടുത്തിരിക്കുന്ന വചനം 1 കൊരിന്ത്യർ 3-ാം അധ്യായം 10 മുതൽ 15 വരെയുള്ള വാക്യങ്ങളാണ്. 1 കൊരിന്ത്യർ 3-ാം അധ്യായം 10 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 4-ാം വാക്യം വരെ നമ്മൾ നോക്കുമ്പോൾ അതിൽ കാണാൻ കഴിയുന്നത് പൗലോസ് കൊരിന്ത്യ സഭയിൽ നിന്ന് വന്ന ലെറ്ററിന് മറുപടി കൊടുക്കുന്ന രീതിയിലാണ് അത് പറയുന്നത്. പൗലോസ് ആയിരുന്നു ആദ്യമായിട്ട് കൊരിന്തിൽ ക്രിസ്ത്യാനിയായി പോകുന്നതും അവിടെ ഒരു സഭ സ്ഥാപിക്കുന്നതും. അതിനുശേഷം അവിടെ വേറെ പല ശുശ്രൂഷകരും വന്നു, വേറെ സഭകളും ഒക്കെ സ്ഥാപിച്ചു. അപ്പം ഇവർ പൗലോസിന് അയക്കുന്ന കത്തിൽ പരാമർശിക്കുകയാണ്, നമ്മുടെ സഭ നന്നായി വളരുന്നുണ്ട്, അപ്പല്ലോസിൻ്റെ സഭയെക്കാളും നമ്മുടെ സഭയിൽ ദൈവം അനുഗ്രഹിക്കുന്നു എന്നുള്ള രീതിയിൽ എല്ലാം പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മറുപടിയായിട്ട് പൗലോസ് നൽകുന്ന റിപ്ലൈ ആണ് നമുക്ക് ഈ ലേഖനത്തിൽ കാണാൻ കഴിയുന്നത്. പത്താമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ, എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്ക് ഒത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനം ഇട്ടിരിക്കുന്നു. അപ്പോൾ അതിൽ പൗലോസ് പറയുന്നത്, ദൈവം എനിക്ക് തന്ന കൃപയ്ക്കൊത്തവണ്ണം ഞാൻ ഒരു അടിസ്ഥാനം ഇട്ടിരിക്കുന്നു. അടിസ്ഥാനം, ഒരു ബേസ്മെൻറ്റ്, ഒരു ഇനിഷ്യേറ്റീവ്, അവിടെ ഒരു ബിൽഡിങ്ങിന്. ഇവിടെ ഈ 10 തൊട്ട് 15 വരെയുള്ള വാക്യത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പൗലോസ് ഈ പറയുന്ന ഇതെല്ലാം ഒരു ബിൽഡിങ്ങുമായിട്ട് കമ്പയർ ചെയ്യുകയാണ്, ഒരു കൺസ്ട്രക്ഷനുമായിട്ട്. കൺസ്ട്രക്ഷൻ നമ്മൾ എപ്പോഴും ചെയ്യുമ്പോഴും നമുക്കതിനൊരു അടിസ്ഥാനം വേണം. നല്ലൊരു അടിസ്ഥാനം ഉണ്ടെങ്കിലേ അതിൻ്റെ മുകളിൽ നന്നായിട്ട് അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു കെട്ടിടം നമുക്ക് പണിതുയർത്താനും അത് നിലനിൽക്കുകയും ഉള്ളൂ. അതുപോലെയാണ് വിശ്വാസികൾക്ക് ഒരു അടിസ്ഥാനം വേണം. ആ അടിസ്ഥാനം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ അടിസ്ഥാനം ഞാൻ കൊരിന്ത്യർക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. മറ്റൊരുത്തൻ മീതെ പണിയുന്നു, താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തനും നോക്കിക്കൊള്ളട്ടെ. അപ്പം ഇവിടെ പറയുന്നത് പൗലോസ് ഒരു അടിസ്ഥാനം ഇട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ എങ്ങനെ അത് ബാക്കി ബിൽഡിംഗ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് ഓരോരുത്തരും നോക്കിക്കൊള്ളണം. നമുക്ക് ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞ പൗലോസ് യേശു ക്രിസ്തു എന്ന അടിസ്ഥാനമാണ് അവർക്ക് നൽകിയത്. നാം എല്ലാവരും യേശുവിൽ വിശ്വസിക്കുന്നവരാണ്. വിശ്വാസമുണ്ടെങ്കിലേ യേശുവിൽ വിശ്വസിച്ച് അല്ലെങ്കിൽ ആ ഒരു അടിസ്ഥാനത്തിൽ നമുക്ക് നിലനിൽക്കുവാനായിട്ട് കഴിയുള്ളൂ. മത്തായി 16-ാം അധ്യായത്തിൽ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ, ആ വാക്യത്തിനോട് അടുപ്പിച്ച് അവിടെ നടക്കുന്നത് ഇങ്ങനെയാണ്. അവിടെ പല ആൾക്കാരും വന്ന് ചോദിക്കുന്നുണ്ട്, യേശു ആരാണ്? അപ്പോൾ പല അഭിപ്രായങ്ങളാണ്. യോഹന്നാൻ സ്നാപകനായിരിക്കാം, ഏലിയാവായിരിക്കാം, ഇരമ്യ പ്രവാചകനായിരിക്കാം എന്നൊക്കെ. അപ്പം യേശു തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്നെ ആരെന്ന് വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ അതിലൊരാൾ സ്റ്റേണായി വ്യക്തമായി പറയുകയാണ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ശീമോൻ പത്രോസ് ഉത്തരം പറയുകയാണ്. അപ്പോൾ അതിൻ്റെ 18-ാം അധ്യായത്തിൽ നമുക്ക് യേശു പറയുന്നത് കാണാം, നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. അപ്പം ഓരോരുത്തരുടെയും ഉള്ളിൽ ഒരു സഭയുണ്ട്. അതിന് മെയിനായിട്ടുള്ള ഒരു അടിസ്ഥാനമുണ്ട്. ആ അടിസ്ഥാനം എന്ന് പറയുന്നത് എപ്പോഴും യേശു ക്രിസ്തു ആയിരിക്കണം. നമുക്കെല്ലാവർക്കും ആ അടിസ്ഥാനം ഉള്ളതുകൊണ്ടാണ് ഈ നോമ്പ് നാളുകളിൽ നമ്മളെല്ലാവരും ഈ ദേവാലയത്തിൽ വന്ന് ആ യേശു ക്രിസ്തുവിനെ ആരാധിക്കുവാനായിട്ട് ആയിരിക്കുന്നത്. ആ അടിസ്ഥാനം മാത്രം മതിയോ? ഒരു കെട്ടിടത്തിന് ഒരു അടിസ്ഥാനം മാത്രം മതിയോ? ഒരു അടിസ്ഥാനം, നല്ലൊരു അടിസ്ഥാനം ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ആ അടിസ്ഥാനത്തിന് ഒത്തൊരു ബിൽഡിംഗ് കെട്ടിയില്ലെങ്കിൽ ആ അടിസ്ഥാനത്തിന് വാല്യൂ ഉണ്ടോ? ഇല്ല. നല്ലൊരു അടിസ്ഥാനമുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ മനോഹരമായിട്ടുള്ള കെട്ടിടം നിർമ്മിക്കണം. എന്നാൽ മാത്രമേ
ആ അടിസ്ഥാനം ഉള്ളതുകൊണ്ട് ഒരു ഉപയോഗം ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ മനുഷ്യരായ നാം പല രീതിയിൽ നമുക്ക് ഈ അടിസ്ഥാനത്തിന്മേൽ കെട്ടിടം നിർമ്മിക്കാം. അപ്പം അതിന് താഴോട്ട് വായിക്കുമ്പോൾ യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്ന് ഇടുവാൻ ആർക്കും കഴിയില്ല. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നു എങ്കിൽ അവനവൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. അപ്പം ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിന്മേൽ പല ഉപകരണങ്ങൾ നമുക്ക് യൂസ് ചെയ്തിട്ട്, പല റോ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ആ അടിസ്ഥാനത്തിന്മേൽ പണിയുവാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ ചില സാധനങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പൊന്ന് ഉപയോഗിക്കാം, വെള്ളി ഉപയോഗിക്കാം, വിലയേറിയ കല്ല് ഉപയോഗിക്കാം, മരം കൊണ്ട് ബിൽഡിംഗ് നമുക്ക് ഉയർത്താം, പുല്ല്, വൈക്കോൽ ഇതെല്ലാം യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാം. ഏത് എങ്ങനെ യൂസ് ചെയ്ത് ചെയ്യണം എന്നുള്ളത് നമ്മളിലാണ് ഇരിക്കുന്നത്. നമ്മളൊരു ബിൽഡിംഗ് കെട്ടുമ്പോൾ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ആ ബിൽഡിംഗ് നിലനിൽക്കണം, നല്ല സ്ട്രോങ് ആയിരിക്കണം, കാറ്റും മഴയും വെയിലും ഒക്കെ തട്ടുമ്പോൾ അത് വേഗത്തിൽ പൊളിഞ്ഞു പോകാൻ പാടില്ല, നിലനിൽപ്പുള്ളതായിരിക്കണം. ഇതായിരിക്കുമല്ലോ നമ്മളൊരു ബിൽഡിംഗ് നിർമ്മിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രവൃത്തികളും നമുക്ക് തന്നിട്ടുള്ള താലന്തുകളും ഉപയോഗിക്കുന്ന രീതി ആ രീതിയിലായിരിക്കണം, നിലനിൽക്കുന്നതും സ്ട്രോങ് ആയിട്ടും ഉള്ളതായിരിക്കണം. ഇതിൽ നമുക്ക് ഈ പറഞ്ഞതിന് രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്. അപ്പോൾ എന്തിനാണ് ഈ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, തുടർന്ന് വായിക്കുമ്പോൾ ആ ദിവസം അതിനെ തെളിവാക്കും, അത് തീയോട് വെളിപ്പെട്ടു വരും, ഓരോരുത്തൻ്റെ പ്രവൃത്തി ഇന്ന വിധം എന്ന് തീ തന്നെ ശോധന ചെയ്യും. അപ്പോൾ ഒരു ദിവസം വരും, ആ ദിവസം ഒരു ശോധനയുണ്ടാവും, അത് തീയിലൂടെ കടന്നു പോവേണ്ട അവസ്ഥ വരും. അപ്പോൾ തീ അടിക്കുമ്പോൾ നമ്മൾ ഈ മരം കൊണ്ട് അല്ലെങ്കിൽ തടി കൊണ്ടുണ്ടാക്കിയ ബിൽഡിംഗ്, അല്ലെങ്കിൽ ഈ പുല്ല് കൊണ്ടുണ്ടാക്കിയത്, വൈക്കോൽ കൊണ്ടുണ്ടാക്കിയത്, ഇതെല്ലാം നിലനിൽക്കുമോ? നിലനിൽക്കില്ല. എന്നാൽ പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല് ഇതുകൊണ്ട് നാം നിർമ്മിക്കുകയാണെങ്കിൽ ഇത് ആ തീയെ ഓവർകം ചെയ്ത് വരാനുള്ള ശക്തിയുള്ള വസ്തുക്കളാണ്. നമുക്കൊരു പാഠഭാഗം നോക്കാം. ഇയ്യോബിൻ്റെ പുസ്തകം 23-ാം അധ്യായം 10-ാം വാക്യം. എന്നാൽ ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു, എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. അപ്പോൾ ഏതൊരു ലൈഫിൻ്റെ സിറ്റുവേഷൻ ആയാലും, ഏത് ശോധന, ബുദ്ധിമുട്ട്, പ്രയാസം നമ്മുടെ ജീവിതത്തിൽ വന്നാലും അതിൽ നിന്ന് നമുക്കൊരു പൊന്നുപോലെ ഒരു ഛേദവും തട്ടാതെ പുറത്തു വരാൻ പറ്റണം. ആ രീതിയിലായിരിക്കണം നമ്മൾ ഈ പടുത്തുയർത്തുന്ന ബിൽഡിങ്ങുകളെല്ലാം. അപ്പോൾ ഏത് കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിലും അത് ശരിയായതായിരിക്കണം, യേശുക്രിസ്തു എന്ന അടിസ്ഥാനത്തിൽ ആശ്രയം വെച്ച് നിർമ്മിക്കുന്നതായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ശോധനകൾ വരുമ്പോൾ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനും നിലനിർത്തുവാനും കഴിയുകയുള്ളൂ. ഒരുത്തൻ, അതിൻ്റെ 14-ാമത്തെ വാക്യം, ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കും എങ്കിൽ അവന് പ്രതിഫലം കിട്ടും. നിങ്ങൾ പടുത്തുയർത്തിയ ബിൽഡിംഗ് പല കഴിവുകൾ കൊണ്ടും, നമുക്കുള്ള കഴിവുകൾ കൊണ്ടും, യേശുക്രിസ്തുവിൽ ആശ്രയിച്ചുകൊണ്ടും നമ്മുടെ പ്രവൃത്തിയിലൂടെയും നമ്മൾ നിലനിർത്തിയ ആ ബിൽഡിംഗ് നിലനിൽക്കുകയാണെങ്കിൽ അതിന് നമുക്ക് പ്രതിഫലം ലഭിക്കുന്നതാണ്. ഒരു ന്യായവിധി ദിവസത്തിൽ നമുക്ക് നമ്മൾ ചെയ്ത പ്രവൃത്തികൾക്കെല്ലാം പ്രതിഫലം ലഭിക്കുന്നതാണ്. അല്ലാത്തവർ, ഇനി രണ്ടാമത്തെ പക്ഷം അങ്ങനെ ആകാത്തവർ, ഒരുത്തൻ്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും, താനോ രക്ഷിക്കപ്പെടും, എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്രേ. അപ്പോൾ നമ്മൾ ചെയ്ത പ്രവൃത്തി ശരിയുള്ളതല്ലെങ്കിൽ ഈ തീയിൽ കൂടെ കടന്നു പോകുമ്പോൾ അത് വെന്തുപോകും, നിലനിൽക്കുകയില്ല. എന്നാൽ താൻ രക്ഷിക്കപ്പെടും. പക്ഷെ തീയിൽ കൂടെ എന്നുള്ളതുപോലെ എന്ന് വെച്ചാൽ നമ്മൾ ചെയ്തു കൂട്ടിയ പ്രവൃത്തികളെല്ലാം നശിക്കും. പക്ഷെ നമ്മൾ യേശുക്രിസ്തുവിൽ ആശ്രയിച്ച് നമ്മുടെ അടിസ്ഥാനം യേശുവിലായതുകൊണ്ട് നമ്മൾ രക്ഷ പ്രാപിക്കും. എന്നാൽ നമുക്ക് ആ റിവാർഡ്സ് അല്ലെങ്കിൽ ആ പ്രതിഫലം നമുക്ക് ആ സമയത്ത് കൃത്യമായിട്ട് ലഭിക്കുകയില്ല. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ പ്രതിഫലം ലഭിക്കുന്നവരായി
നല്ല രീതിയിൽ നല്ല പ്രവർത്തനങ്ങൾ ചെയ്ത് യേശു ക്രിസ്തുവിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകണമോ, അല്ലെങ്കിൽ അവസാനം ന്യായവിധി നാളിൽ നമുക്കൊരു പ്രതിഫലങ്ങളും ഇല്ലാതെ എങ്ങനെയോ തീയിൽ കൂടെ രക്ഷപ്പെട്ട് വന്നവരായിട്ട് ആയിരിക്കണമോ എന്നുള്ളതാണ് നാം ഈ വാക്യത്തിലൂടെ നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. കർത്താവായ ദൈവം നമ്മെ എല്ലാവരെയും ഈ ലോകത്തിലെ പലവിധ ശോധനകൾ, പ്രയാസങ്ങളിൽ നിന്നെല്ലാം വിടുവിച്ച് ഉറപ്പുള്ള അടിസ്ഥാനം ഉള്ളവരായി യേശുക്രിസ്തുവിൽ ആശ്രയിച്ചുകൊണ്ട് നല്ല രീതിയിൽ കെട്ടിടങ്ങൾ പണിയുവാനും അന്ത്യനാളിൽ തീയിൽ കൂടെയുള്ള ശോധനകൾ കടക്കുമ്പോൾ അതിൽ വിത്ത്സ്റ്റാൻഡ് ചെയ്യുവാനും അതിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിക്കാനും എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിന്ന് വിരമിക്കുന്നു. സമാപന സമർപ്പണ പ്രാർത്ഥനയ്ക്കായി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, പ്രാർത്ഥിക്കാം. ഞാൻ പറയുന്ന പ്രാർത്ഥന ആത്മാർത്ഥതയോടെ സമർപ്പണത്തോടെ ഏറ്റുപറയുക. ദൈവമേ, യേശുക്രിസ്തു എന്ന അടിസ്ഥാന ശിലയിൽ മാത്രം ജീവിതം പണിയാൻ എന്നെ സഹായിക്കണമേ. ദൈവത്തിൻ്റെ ഭവനക്കാരും കൂട്ടുവേലക്കാരും എന്ന ബന്ധത്തിൽ യേശുവിനോട് ചേർന്ന് ഈ ഊഷരഭൂമിയിൽ എൻ്റെ നിയോഗം പൂർത്തീകരിക്കാൻ എന്നെ സഹായിക്കണമേ. വ്യത്യസ്ത സാധ്യതകളുള്ള വർത്തമാനകാലത്തിൽ എൻ്റെ അഭിരുചിക്ക് അനുയോജ്യമായവ തിരഞ്ഞെടുത്ത് അങ്ങയോടൊപ്പം എൻ്റെ പരമാവധി കഴിവുകൾ പ്രയോജനപ്പെടുത്തി പ്രവർത്തിക്കാൻ സഹായിക്കണമേ. കർത്താവേ, അതിശക്തമായ സാമൂഹ്യ തിന്മകളും പ്രലോഭനങ്ങളും കൊണ്ട് എൻ്റെ പ്രവൃത്തികൾക്ക് വിനാശം ഭവിക്കാതെ പിളർന്ന പാറയായ അങ്ങിൽ എന്നെ മറച്ചുകൊള്ളണമേ. ആമേൻ. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇന്ന് കേട്ട വചനങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. കർത്താവായ ദൈവമേ, വചനം അത് ശോധന ചെയ്യുന്നതാണ് എന്ന് ഞങ്ങളെ കേൾപ്പിച്ചല്ലോ കർത്താവേ. വചനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് രക്ഷ പ്രാപിപ്പാൻ, പ്രതിഫലം പ്രാപിപ്പാൻ, കർത്താവിൻ്റെ വരുവാനുള്ള നാളിൽ തീ ശോധന ചെയ്യുമ്പോൾ അത് നിലനിൽക്കുവാനും പ്രതിഫലം ലഭിപ്പാനും ദൈവമേ അങ്ങ് സഹായിക്കണമേ. ഇന്ന് വചനം കേട്ട ഞങ്ങളാരും ഒരിക്കലും നശിച്ചു പോകാതെ ദൈവത്തിൻ്റെ കൃപയിൽ നിലനിൽപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രയും സമയം സമർപ്പണത്തോടെ ദൈവാശ്രയത്തിലായിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കണമേ. പ്രത്യേകാൽ യൂട്യൂബിലൂടെ ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ആശ്വാസവും സൗഖ്യവും യേശുവിനോട് ചേർന്ന് നടക്കുവാനുള്ള കൃപയും അങ്ങ് നൽകി ആദരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം സംസാരിച്ച അങ്ങയുടെ മകളെ കർത്താവിൻ്റെ കൃപയുടെ കരങ്ങൾ വഹിച്ചുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങ് സ്വീകരിക്കും. ക്രിസ്തു യേശു മുഖാന്തരം പ്രാർത്ഥന കേട്ട് അനുഗ്രഹിക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. ആശീർവാദം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും കൂട്ടായ്മയും നാം ഏവരോടും നമ്മുടെ നിത്യമായ ജീവിതത്തോടും നമ്മുടെ ജീവിതത്തിൽ യേശു ക്രിസ്തു എന്ന അടിസ്ഥാനത്തിൽ ജീവിക്കുന്നവയോടും ഇന്നു മുതലേക്ക് ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. വരണമെല്ലായ്പ്പോഴും ഇരിക്കണം രാപ്പകൽ വന്ദനം നിനക്കാമേ. വരണമെല്ലായ്പ്പോഴും ഇരിക്കണം രാപ്പകൽ വന്ദനം നിനക്കാമേ.